ഗാസയിൽ ഇതാ വീണ്ടും വെടിനിർത്തൽ എന്ന് പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് കണ്ടു കാണും. ഇന്നലെ രാത്രി മുതൽ പെട്ടെന്ന് രംഗത്ത് വന്ന വാർത്തയാണ്. എന്നാൽ ആ വാർത്ത വാസ്തവമാണോ അല്ല എന്നതാണ് സത്യം. ഇതൊരു കാമ്പയിന്റെ ഭാഗമാണ്. ഇതാ ഹമാസ് തയ്യാറായിരിക്കുന്നു വെടിനിർത്താൻ. ഇന്നലെ ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം. ഇപ്പോൾ ചർച്ച നടത്തി ധാരണയിലെത്തിയിരിക്കുന്നത് ഈജിപ്തും ഖത്തറും ജോർദാനും ഒക്കെയാണ്. ഇസ്രായേൽ അതിലൊരു പങ്കും വഹിച്ചിട്ടില്ല. ഇനി ഹമാസിന്റെയും ഫലസ്തീൻ ജിഹാദിന്റെയും ഒക്കെ കൈകളിൽ അവശേഷിക്കുന്നത് 60 പേരാണ്. അതിൽ 20 പേരുടെ മൃതദേഹമാണ്. ജീവിച്ചിരിക്കുന്ന 40 പേര് മാത്രം. ജീവിച്ചിരിക്കുന്ന 10 പേരെയും മരിച്ച 20 പേരെയും കൈമാറാം. അതായത് ആകെ 60-ൽ 30 പേരെ കൈമാറാം. പകരം 150 പേരെ വിട്ടുതരണം എന്നാണ് ഇപ്പോൾ ഉയർത്തിവെച്ചിരിക്കുന്ന ഡിമാൻഡ്. 2 മാസത്തേക്കായിരിക്കണം വെടിനിർത്തൽ. ഈ 2 മാസ കാലയളവിലായിരിക്കും 60 പേരെ വിട്ടുതരുന്നതും ചർച്ച നടത്തുന്നതും. അതിനുശേഷം അതിർത്തി അടക്കമുള്ള വിഷയങ്ങളിൽ നമുക്കൊരു ധാരണയിലെത്തി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാം എന്നാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന വെടിനിർത്തൽ ധാരണ. ഇത് കൃത്യമായി വ്യക്തമാക്കാതെയാണ് ഹമാസ് ഇതാ സമാധാനത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു. ഫലസ്തീനിൽ വീണ്ടും ശാന്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെയും ഇന്നുമായി അവർ വെടിനിർത്തലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന്റെ ലക്ഷ്യം തന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ്. ഹമാസ് തയ്യാറായിട്ടും ഇസ്രായേൽ തയ്യാറാവുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടെങ്കിൽ തടവിലാക്കപ്പെട്ടവരെ മുഴുവനും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. അത് 60 പേരാണ്. 40 ജീവിച്ചിരിക്കുന്നവരും 20 മരിച്ചവരും അടക്കം 60 പേർ. 20 മൃതദേഹങ്ങളും 40 ജീവിച്ചിരിക്കുന്നവരെയും വിട്ടുതരാനുള്ള ധാരണയുടെ പുറത്ത് മാത്രമേ വെടിനിർത്തൽ ഉണ്ടാവൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി വെടിനിർത്തൽ ചർച്ചയാക്കുന്നത്.